എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. KSTA നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന മോഡൽ ചോദ്യങ്ങൾ. ഇത് ഏറ്റവും കൂടുതൽ കുറച്ച് പേര് എന്നോടത്ത് വിളിച്ച് പറഞ്ഞു, സാറേ ഇതൊന്ന് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് പഠിച്ചു വെച്ചോണം മക്കളെ. ക്യൂ എന്ന് പറയുന്നതിനകത്തുള്ള ചോദ്യമാണ്. ക്യൂ വരിയും നിരയും എന്ന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ക്യൂവില് ഇപ്പൊ ഒരു പേഴ്സൺ, ഇഫ് എ പേഴ്സൺ ഈസ് 11th ഫ്രം ദ ഫ്രണ്ട്, മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരാൾ നിപ്പുണ്ടെന്ന് വെച്ചോ. ഈ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ഇഫ് എ പേഴ്സൺ 11th ഫ്രം ദ ഫ്രണ്ട്, അതാണ്ട് ഇവിടെ നിന്നും അദ്ദേഹം 11ാമതാണെന്ന് പറയുന്നു. എവിടെ നിന്നും? വലത്തെ സൈഡിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ ഒക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഇവിടെ നിന്നും അദ്ദേഹം ഈ പൊസിഷനിൽ അയാൾ എത്രാമതാണെന്ന് പറയുന്നുണ്ട്? ഈ പൊസിഷനിൽ അയാൾ 11ാമതാണ്. അതോടൊപ്പം ഫ്രം ദ ബാക്ക് സൈഡ്, ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എണ്ണുമ്പോൾ അദ്ദേഹം നിൽക്കുന്നത് 17ാമതാണ്. അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. അപ്പം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയുണ്ട്, ഇപ്പം ഫ്രണ്ടിലെ ക്യൂവിൽ നിന്ന് എണ്ണുമ്പോൾ ഞാൻ എത്രാമതാണ്? 11. പിറകിൽ നിന്ന് എണ്ണുമ്പോൾ ഞാൻ എത്രാമതാണ്? 17ാമതാണെങ്കിൽ എന്താണ് ചോദ്യം? ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ഇൻ ദ ക്യൂ? ആ ക്യൂവിൽ മുഴുവൻ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ 11ഉം 17 കൂട്ടണം. അതുകൊണ്ടല്ലേ അവിടുന്ന് എണ്ണിയപ്പോൾ 17, ഫ്രണ്ടിൽ നിന്ന് എണ്ണിയപ്പോൾ 11. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും എത്ര പേരുണ്ട്? 28 പേരുണ്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എണ്ണിയപ്പോൾ ഈ 2 പ്രാവശ്യം എണ്ണിയത് ആ ഒരു വ്യക്തിയല്ലയോ? ആ ഒരു വ്യക്തി എത്ര പ്രാവശ്യം എണ്ണിയിട്ടുണ്ട്? 2 പ്രാവശ്യം അല്ലേ? ബാക്കിൽ നിന്ന് 17 എണ്ണി, ഫ്രണ്ടിൽ നിന്ന് 11 എണ്ണി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തി എത്ര പ്രാവശ്യം എണ്ണി? 2 പ്രാവശ്യം എണ്ണിയത് കൊണ്ട് നമുക്ക് ആ 28 എന്ത് കുറയ്ക്കണം? 1 കുറച്ച് പറയണം. അങ്ങനെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 27 ഈ ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ ആണ്. അപ്പൊ 2 പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്തു? ഈ വ്യക്തി എണ്ണിയത് കൊണ്ടാണ് ഈ 1 കുറയ്ക്കേണ്ടി വന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഉത്തരം 27ാമത്തെ പൊസിഷനാണ് അയാളുടെ. അല്ല, 27ാമത്തെ പൊസിഷനിൽ 27 ആളുകളാണ് ആ ഒരു ക്യൂവിൽ ഉള്ളത്. ആ ക്യൂവിൽ മൊത്തത്തിൽ എത്ര ആളുകളുണ്ട്? 27 ആളുകൾ ഉണ്ട്. ഇനി തന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ചോദ്യം എന്താണ്? ക്യൂബുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്ക് ആ പ്രോപ്പർട്ടി എടുത്ത് നിങ്ങളെ കാണിക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലവരുടെയെങ്കിലും ആളുകളുടെ ഈ സാധനം കാണും, റുബിക്സ് ക്യൂബ്. ഇതിന്റെ പ്രത്യേകത എന്തോ മക്കളെ? ഇത് എത്രന്റെ ക്യൂബാ? 3/3 ക്യൂബ് എന്ന് വിളിക്കും അല്ലേ? 3 എണ്ണം വെച്ചിട്ടുള്ള 3 കളങ്ങളുള്ള ക്യൂബാണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്ന 64. അപ്പൊ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ എന്റെ കയ്യിരിക്കുന്നത് 3x3 ക്യൂബ് എന്ന് വിളിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ ഇത് എത്ര ക്യൂബ് ഉണ്ട്, എത്ര കഷ്ണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 27 എണ്ണം ഉണ്ട് ഇതിനകത്ത് എൻ്റെ കയ്യിരിക്കുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം എത്രയാണ്? 64ന്റെ ആണ്. എന്ന് പറയുമ്പോൾ ആ ക്യൂബ് ഏതിന്റെ ക്യൂബാന്ന് മനസ്സിലാക്കുക. 4x4 കളം. ഇവിടെ 1, 2, 3 കളം ഉണ്ടല്ലോ. അപ്പൊ ഇത് ഒരു കളവും കൂടെ വരും. 4x4 എന്ന് പറയുന്ന കളം ഉള്ളതാണ് ഏതെന്ന് ഉദ്ദേശിക്കുന്ന 64ന്റെ ക്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. ഇനി ഇവിടുത്തെ ചോദ്യം എന്താണ്? അതാണ് ചോദ്യമാണ് മനസ്സിലാക്കേണ്ടത്. ഹൗ മെനി അൺപെയിന്റഡ് സ്മാളർ ക്യൂബ് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എന്താണ്? ഇതിനകത്തല്ല, ആ വലുതിന്റെ എത്ര? 4/4ന്റെ ക്യൂബിനകത്ത് പെയിന്റ് പതിയാത്ത ചെറു സമചതുര കട്ടകളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. പെയിന്റ് പതിയാത്തത് ഇതിനകത്തായാലും പെയിന്റ് പതിയാത്തത് ഉണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതിനകത്തും പെയിന്റ് പതിയാത്തതായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി? 64ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 4x4 എന്ന രീതി വരുന്ന ക്യൂബ് ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര കഷ്ണങ്ങളുണ്ട്? 64 പീസ് ഉണ്ട്. അതാണ്ട് ഇത് തല്ലി പൊളിച്ചാൽ മതി. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം കിട്ടും? 27 എണ്ണം കിട്ടും. ഇനി 4/4ന്റെ ക്യൂബ്, റുബിക്സ് ക്യൂബ് എടുത്ത് മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 64 എണ്ണം കിട്ടും എന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമാർഗമുണ്ട്. പെയിന്റ് പതിയാത്ത എന്താണ് ചോദ്യം എന്ന് മനസ്സിലാക്കുക. അൺപെയിന്റഡ് ആയിട്ടുള്ള എത്ര ക്യൂബ് ഉണ്ടെന്ന് ചോദിച്ചാൽ അൺപെയിന്റഡ് ക്യൂബിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിനൊരു സമവാക്യം ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ മക്കളെ. ഇത്രയേ ഉള്ളൂ. n-2 ദ ഹോൾ ക്യൂബ് എന്ന് പഠിച്ചാൽ മതി. എന്തുവാ? n-2 ദ ഹോൾ ക്യൂബ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്താണ് സാറേ ഈ n എന്ന് പറയുന്നത്? ഇത് ഏത് ക്യൂബാണ് നോക്കണ്ടേ? 4/4ന്റെ ക്യൂബ് ആണെങ്കിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ 4 - 2 ദ ഹോൾ ക്യൂബ് ആയിരിക്കും.
4 - 2 the whole cube എന്ന് പറയുമ്പോൾ 2 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വരും? അൺപെയിൻറ്റഡ് ആയിട്ടുള്ള, പെയിന്റ് ചെയ്യാത്തത് എത്ര എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എത്രയാണ് മക്കളെ? ഇതാ 8 ആണ്. പെയിന്റ് ചെയ്യാത്ത എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 8. അപ്പോൾ ഇവിടെ തന്നെ 2-3 കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. അത് എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഒന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക. 3 ഫേസ് പെയിന്റ് ചെയ്ത് എത്രയുണ്ടെന്ന് ചോദിക്കാം. 3 വശങ്ങളും പെയിന്റ് ചെയ്ത എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എപ്പോഴും ഓർത്തിരിക്കുക, അത് 8 എണ്ണമായിരിക്കും. എത്ര എണ്ണമായിരിക്കും? 8 എണ്ണം. ഏത് തരത്തിലുള്ള വന്നാലും 3 വശങ്ങൾ പെയിന്റ് ചെയ്ത, 3 വശങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാ നോക്കുന്നുണ്ട്, ഈ റുബിക്സ് ക്യൂബിനാണ്ട് ഈ മൂല കണ്ട, മൂലയുടെ പ്രത്യേകത കണ്ട, മേലൊന്ന് 2 3 കണ്ടോ? അങ്ങനെ 3 വശങ്ങൾ പെയിന്റ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ഉത്തരം എത്ര തന്നെയായിരിക്കും? 8. ഇനി രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ പരീക്ഷയ്ക്ക് വരാം. എന്തായിരിക്കാം ചോദ്യം? 2 ഫേസ് പെയിന്റ് ചെയ്ത എത്ര എണ്ണം ഉണ്ട്? 2 ഫേസുകൾ, 2 മുഖങ്ങൾ പെയിന്റ് ചെയ്ത എത്ര കുഞ്ഞു കുഞ്ഞു ക്യൂബുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പഠിക്കുക. n-2 × 12 ചെയ്യുക. n-2 × 12 ചെയ്യുക. അതോടൊപ്പം മൂന്നാമത്തെ ഒരു കേസും കൂടെ പഠിച്ചു വെച്ചാൽ, ഒരു ഫേസ് പെയിന്റ് ചെയ്ത എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു ഫേസ് പെയിന്റ് ചെയ്ത എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ n-2 the whole square × 6 ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഓർത്താൽ മതി. ഇനി ഇതൊന്നും ഓർക്കാൻ വയ്യെങ്കിൽ ജസ്റ്റ് ഇതെന്തായാലും ഓർത്തു. 3 ഫേസ് പെയിന്റ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടായിരിക്കും? 8 എണ്ണം. 3 ഫേസ് പെയിന്റ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടായിരിക്കും? 8 എണ്ണം. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? അൺപെയിന്റഡ്, പെയിന്റ് ചെയ്യാത്ത എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ n-2 the whole cube എന്ന് പഠിക്കുക. അതിൽ ഈ n എന്ന് പറയുന്നത് ഇവിടെ 4 × 4 ക്യൂബ് ആയതുകൊണ്ട് n-ന്റെ അവിടെ എന്ത് വന്നു? 4. ഇനി 3 × 3 ആണ് വരുന്നതെങ്കിൽ n-ന്റെ അവിടെ എത്ര കൊടുക്കണം? 3 കൊടുക്കണം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഇക്വേഷൻ മനസ്സിലായതാണ്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഉത്തരം എത്ര എണ്ണം അൺപെയിന്റഡ് ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. സെറ്റാണ്. തന്നിരിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പൊ ചോദ്യം എളുപ്പമാണ്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യും. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ, ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാ മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 999. ഇതാണല്ലോ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. യെസ്, എല്ലാവർക്കും അറിയാം. ഇനി മൂന്നക്ക സംഖ്യയുടെ 4 മടങ്ങ് എന്നാ പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയുടെ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ × 4 ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? നിന്നും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ആരാണ്? 10,000 എന്നറിയാമല്ലോ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 10,000 അല്ലേ? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 10,000 ആണോ അതോ 1000 ആണോ? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 10,000 ആണോ? അല്ല, 4 അക്കം എന്നേ പറയും. 4 അക്കം ആകുമ്പോൾ 1 2 3 4 അക്കം. അപ്പോൾ എത്ര വരും? 1000. അപ്പോൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 1000. അതിൻ്റെ എത്ര മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 മടങ്ങ്. 3 മടങ്ങ് എന്ന് പറയുമ്പോൾ × 3. ഇവർ തമ്മിൽ എന്ത് ചെയ്യണോ എന്ന് പറഞ്ഞേക്കുന്നത്? കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏതായിരിക്കും. കുറയ്ക്കുമ്പോൾ ഉത്തരം കിട്ടുന്ന നോക്ക്. ഇത് തമ്മിൽ ഗുണിച്ച് എന്ത് കിട്ടും? 9 4 36 3 ഇഷ്ടം 9 4 36 39 9 4 36 30 3996 വരും. അതിൽ നിന്ന് കുറയ്ക്കണം എത്ര? 3000. അപ്പോൾ ഇവർ തമ്മിൽ കുറച്ച് എത്ര കിട്ടും? 996. 996 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പം 990. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ എത്ര വരും? 1000. 4 അക്കമാണ്, അതുകൊണ്ട് 1 2 3 4. ഓക്കെ, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ആൻസർ ഈസ് 996. അപ്പൊ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. നിങ്ങൾക്ക് വായിക്കാം. The width of a rectangle is 2.6. ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് മനസ്സിലായി. ഒരു റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ, ചതുരം. അപ്പോൾ റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.6 ആണ്. അതോടൊപ്പം അതിൻ്റെ ഏരിയ ആണ് തന്നേക്കുന്നത് 10.92. എന്തോ തന്നേക്കുന്നത്? ഏരിയ ആണ് തന്നേക്കുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ? ലെങ്ത് എത്ര എന്നാണ് ചോദ്യം. ലെങ്ത് എത്ര എന്നാണ് ചോദ്യം. ഇപ്പം ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആകുന്നു. അവിടെ നിന്ന് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നോക്ക്, ഇൻറ്റു ചെയ്ത ബ്രെഡ്ത്ത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. എന്ന് പറയുമ്പോൾ ഏരിയ ബൈ ബ്രെഡ്ത്ത് എന്ന് വരും. എന്ന് പറയുമ്പോൾ ലെങ്ത് ഈക്വൽ ടു ഏരിയ എന്ന് പറയുമ്പോൾ 10.92 ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 2.6 ആയിരിക്കും. 10.92 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2.6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം. ഏതാണ്ട് ഈ പോയിന്റ് ആണ് പ്രശ്നക്കാരൻ അല്ലേ? ഈ പോയിന്റ് കളയാൻ വേണ്ടി × 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ല, ഇൻറ്റു 100 ചെയ്യണം താഴെ. അപ്പോൾ × 100 ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മക്കൾ? ആ പോയിന്റ് പോകും. 10.92 ഡിവൈഡഡ് ബൈ 260 എന്ന് വരും. എന്താ വരുന്നത്? 260 എന്ന് പറയുമ്പോൾ ഒരു 0 കാരണം പോയിന്റ് ഇവിടെ വരും. ഇനി ഒരു 0 കൂടെ വരുമ്പോൾ ഒരു 0 അങ്ങ് ഇടുക. അപ്പോൾ 260. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കേണ്ടത്
1092 ഏതുമായിട്ട് ഡിവൈഡ് ചെയ്യണം? 260 ഡിവൈഡ് ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ ഇതിനെക്കാട്ടി എളുപ്പമായിട്ട് നമുക്ക് വെട്ടി ചെയ്യാമല്ലോ മക്കളെ. ഇത് വെട്ടി ചെയ്തുകൂടെ? വെട്ടി ചെയ്യാം, നമുക്ക് വെട്ടി ചെയ്യാം. വെട്ടി ചെയ്യുമ്പോൾ 1092 പകുതി പറ. 1092 പകുതി എന്ന് പറയുമ്പോൾ 500, നോക്കാം, 5 2 10, 4 2 8, 12 വരുമ്പോൾ എത്ര വരും? 6 2 12, 546. 260 പകുതി എത്ര? 130. സംശയമൊന്നുമില്ലല്ലേ? അടുത്ത 546 പകുതി പറ. 2 2 4, 7 2 14, 3 2 6, 273. 130 പാതി പറ. 130 പാതി എന്ന് പറയുമ്പോൾ 65. അടുത്ത ഇനി എന്തൊക്കെ തമ്മില? 273 65 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 273 65 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 65 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 65 എത്ര പ്രാവശ്യം പറ്റും? 4 പ്രാവശ്യം പറ്റുമോ? 4 പ്രാവശ്യം 5 4 20, 2 ഇഷ്ടം കിട്ടും. 5 4 20, 2 ഇഷ്ടം, 6 4 24, 260 എന്ന് വരും. ബാക്കി എത്ര വരും? 13 എന്ന് വരും. അപ്പോൾ പോയിന്റ് കൊടുക്കുമ്പോൾ എന്താവും? 130. അപ്പോൾ 2 പ്രാവശ്യം 130 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 4.2 ആണ് ലെങ്ത് എന്ന് പറയുന്നത്. എത്രയാണ്? 4.2. അപ്പോൾ ഓപ്ഷനിലുണ്ടല്ലോ, അതാണ്ട് ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെയാണ്, എല്ലാം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലെങ്തും ഏരിയ ഈസ് ഈക്വൽ ടു നീളവും വീതിയും കൂടെ ഗുണിക്കുമ്പോൾ നീളം കണ്ടുപിടിക്കാൻ ഏരിയയെ ബ്രെഡ്ത്ത് കൊണ്ട്, വീതി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ്, അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റും. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. ഇങ്ങനെ പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് വരണം എനിക്ക്. അപ്പോൾ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. നോക്ക്. എ മാൻ ഗേവ് 1/6 ഓഫ് ഹിസ് പ്രോപ്പർട്ടി ടു ഹിസ് ഫസ്റ്റ് സൺ. അദ്ദേഹത്തിന്റെ വസ്തുവിൽ നിന്നും എത്ര? ആദ്യത്തെ മകന് 1/6 കൊടുത്തു, രണ്ടാമത്തെ മകന് 5/9 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടു ഹിസ് സെക്കൻഡ് സൺ 3/4 ടു ഹിസ് തേർഡ് സൺ. മൂന്നാമത്തെ മകൻ എത്ര കൊടുത്തു? 3/4 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ പ്രോപ്പർട്ടി ഡിഡ് ഹി ഗീവ് ടു ഹിസ് തേർഡ് സൺ? മൂന്നാമത്തെ മകന് എത്രയാണ് കൊടുത്തതെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇന്നലത്തെ വന്ന ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ ഇവിടെ തന്നെ ഓർമ്മിപ്പിക്കും. അപ്പോൾ മിസ്റ്റേക്ക് ഞാൻ അങ്ങ് വെട്ടിക്കളയാം. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യനകത്താണ് കുഴപ്പം വന്നത്. അതാണ്ട് ഈ 3/4 ഇല്ല. അപ്പം ഒന്നാമത്തെ മകന് 1/6 കൊടുത്തു, രണ്ടാമത്തെ മകന് വസ്തുവിന്റെ 5/9 കൊടുത്തു, ബാക്കി മൂന്നാമത്തെ മകൻ, കേട്ടല്ലേ, ബാക്കിയാണ് ചോദ്യം. അപ്പം ടു ഹിസ് തേർഡ് സൺ എന്ന് പറയുമ്പോൾ ബാക്കിയാണ് വരുന്നത്. ബാക്കി എന്ന് വെച്ചാൽ റിമൈനിങ് എന്ന് എഴുതിയാൽ മതി. റിമൈനിങ് എന്ന് ഈ വാക്ക് ചേർക്കണം. റിമൈനിങ് ടു ഹിസ് തേർഡ് സൺ, ബാക്കി മൂന്നാമത്തെ മകന്, കേട്ടല്ലേ. അപ്പോൾ ഇവിടെ 3/4 ഒന്നുമില്ല. റിമൈനിങ് ടു ഹിസ് തേർഡ് സൺ, ബാക്കി വരുന്ന മൂന്നാമത്തെ മകന് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യനിൽ തെറ്റുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലെ തെറ്റ്, മലയാളം ക്വസ്റ്റ്യൻ പക്കയായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയോ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ 1/6 ആദ്യത്തെ മകനും 5/9 രണ്ടാമത്തെ മകനും കൊടുത്തു, ബാക്കി മൂന്നാമത്തെ മകനും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ടോട്ടൽ പ്രോപ്പർട്ടി ടു ഹിസ് തേർഡ് സൺ? മൂന്നാമത്തെ മകന് കിട്ടിയത് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ടോട്ടൽ എന്ന് പറയുന്നത് എന്തിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തുമായി ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ. ഏതാണ്? ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഏറ്റവും വലിയ സംഖ്യ, ഒരു വലിയ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. എത്രയായിരിക്കും? 1 ആയിരിക്കും. നമ്മളൊരു മുഴുവൻ കേക്ക് മേടിച്ചാൽ അതിലെ മുഴുവൻ എന്ന് പറയുന്ന വാക്ക് എത്രയാ? ഒരു കേക്ക് എന്ന് പറയാം. അതിനകത്തൊരു കഷ്ണങ്ങളാണ് നമ്മൾ 1/4, 3/4 എന്നൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും? 1. അപ്പോൾ ഈ കഥയിലും തൻ്റെ വസ്തുവിൻ്റെ ഇത്ര ഭാഗം ഒന്നാമത്തവന് കൊടുത്തു, ഇത്ര ഭാഗം രണ്ടാമത്തവന് കൊടുത്തു. എന്ത് കൊടുത്താലും ആ വസ്തു ടോട്ടൽ എത്രയുണ്ട്? 1. ആ വസ്തു എത്രണ്ണേ ഉള്ളൂ? 1. അതിനെയാണ് മുറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നോക്കിക്കോ, ഇപ്പൊ ടോട്ടൽ 1 ഉണ്ട്. ഇനി ഫസ്റ്റ് സണ്ണിന് എത്ര കൊടുത്തു? ആദ്യത്തെ മകൻ എത്ര കൊടുത്തേ മക്കളെ? 1/6 കൊടുത്തു. രണ്ടാമത്തെ മകൻ എത്ര കൊടുത്തതെന്ന് നോക്ക്. രണ്ടാമത്തെ മകന് 5/9 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തവൻ എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ മുഴുവൻ ഉള്ളതിൽ നിന്നും ഇത് രണ്ടും കൂടെ കൂട്ടിയത് അങ്ങ് കുറച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അതാ സിമ്പിളായിട്ട് നമുക്ക് പറയാം, തേർഡ് സൺ മൂന്നാമത്തെ മകന് കിട്ടിയത് കണ്ടുപിടിക്കാൻ മുഴുവൻ 1 ഉണ്ട്. വസ്തു മുഴുവനായിട്ട് എത്രയുണ്ട്? 1. അതിൽ നിന്ന് കുറയ്ക്കണം. ഏതൊക്കെ തമ്മിൽ കൂട്ടിയത്? ആദ്യത്തെ മകനും രണ്ടാമത്തെ മകനും കൊടുത്തത് തമ്മിൽ കൂട്ടണം. കണ്ടോ, ആദ്യത്തെ മകനും രണ്ടാമത്തെ മകൻ്റെയും കൂടെ കൂട്ടിയിട്ട് ടോട്ടലിൽ നിന്നും കുറയ്ക്കണം. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ്. ഇനി ഇവിടെ നോക്ക്, ഇവിടെ 6ഉം ഇവിടെ 9ഉം, 6ഉം 9ഉം വന്ന് എന്ത് ചെയ്യണം? എന്താണ്? ചിത്രശലഭ ഗുണിതം ചെയ്യണം. കണ്ടല്ലേ, ചിത്രശലഭം എങ്ങനെ? 9 ഒന്നുകൂടെ ഗുണിക്കണം, 6ഉം 5 കൂടെ ഗുണിക്കണം, 6ഉം 9ഉം തമ്മിൽ ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടും? ഉത്തരം ദാ ബ്രാക്കറ്റിനകത്ത് ഞാൻ ഗുണിച്ച് കാണിക്കാം.
9 × 1 ഇങ്ങനെ 9 × 1 പ്ലസ് 5 × 6 ഹോൾ ഡിവൈഡഡ് ബൈ 6 × 9 ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരം 1 മൈനസ്, ഇപ്പോൾ 1 മൈനസ് നിൽക്കേ 1 മൈനസ്, ഇപ്പം എന്ത് വരും 1 മൈനസ് ഗുണിക്കുന്നതിൻ്റെ ഉത്തരം പറ. 9 പ്ലസ് എത്ര വരും 30/54 എന്ന് വരും. എന്ന് പറയുമ്പോൾ 1 മൈനസ് 39/54 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. 1-ൽ നിന്നും 39/54 കുറയ്ക്കണം. 1-ൽ നിന്നും 39/54 കുറയ്ക്കണം. 1-ൽ നിന്നും 30/54 കുറയ്ക്കണം. എന്താ നോക്കിയോ എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം എന്താണ്ട് ഈ 1-ന് പകരം വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാം. 1-ൽ നിന്നും ഇത് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ട ഈ 1 കണ്ട ഈ 1-നെ ഈ 54 പോലെ എഴുതിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ആ 1-നെ നമ്മൾ എന്തെന്ന് എഴുതും 54/54 മൈനസ് 39/54. എളുപ്പ വഴിയാണ്. ഇതൊക്കെ ട്രിക്കാണ്. ഞാൻ ഇങ്ങനെ പറയുന്ന ഇടയ്ക്ക് ട്രിക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം മനസ്സിലായതാ. ഈ 1-ന് പകരം ഞാൻ എന്ത് എഴുതി 54 എന്തെങ്കിലും തെറ്റുണ്ടോ? 54/54 എത്ര തന്നെ 1. അപ്പോൾ ഈ 1-ന് പകരം ഞാൻ 54/54 എഴുതി. അപ്പോൾ ആൻസർ പെട്ടെന്ന് പറ. 54 39 കുറച്ച് എത്ര വരും മക്കളെ 15. അപ്പോൾ ആൻസർ ഈസ് 15/54 ആണ് ചോദ്യത്തിൻ്റെ ആൻസർ. എന്ന് പറയുമ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ മൂന്നാമത്തെ മകൻ എത്ര വസ്തു കിട്ടും? 15/54 വസ്തു കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടോട്ടൽ പ്രോപ്പർട്ടി എപ്പോഴും എത്രയായിരിക്കും? 1. അതിൽ നിന്നും മറ്റവന്മാരുടെ കൂട്ടി കുറയ്ക്കുക. അപ്പോൾ മൂന്നാമത്തവൻ്റെ കിട്ടും എത്ര? 15/54. അപ്പൊ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. എന്താണ് ചോദ്യം? ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 20% 30% ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ, അപ്പം നമ്പർ തന്നിട്ടില്ല, ഏതോ ഒരു നമ്പർ ഉണ്ട്. അപ്പം നമ്പറിനെ എന്തെന്ന് വിളിക്കും? എക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു നമ്പറിൻ്റെ 30% എന്ന് വെച്ചാൽ 30. ഇപ്പോൾ ആ നമ്പറിൻ്റെ 30% 30x/100 മൈനസ് 20x/100 ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറയുന്നത്? 55 കിട്ടും. എന്താ ക്വസ്റ്റ്യൻ ഇനി വായിച്ചു നോക്കുക. ഒരു സംഖ്യയുടെ 30%ഉം മറ്റൊരു സംഖ്യയുടെ നല്ല ആ സംഖ്യയുടെ തന്നെ 20%ഉം തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടും? 55 കിട്ടും എന്നാണ് എഴുതിയേക്കുന്നത്. ഇനി ഇതിൻ്റെ ആൻസർ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അടിവശത്ത് രണ്ടും എന്താണ്? 100 ആണ്. അതുകൊണ്ട് ഇതിനെ ഒരുമിച്ച് എഴുതാം. എങ്ങനെ എഴുതാം? 30x മൈനസ് 20x എന്ത് വരും? 100 സമം 55 എന്ന് പറയുമ്പോൾ 10x/100 സമം എന്ത് വരും? 55. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു പരിപാടി ചെയ്യാം. ഈ 0യും ഈ 0 അങ്ങ് കട്ട് ചെയ്തുകൂടെ? അപ്പം ബാക്കി എന്ത് വരും? x/10 സമം എന്ത് വരും? 55 എന്ന് വരും. എന്ന് പറയുമ്പോൾ x ഈസ് ഈക്വൽ ടു എത്ര വരും? 550. x ഈസ് ഈക്വൽ ടു 550. എങ്ങനെ കിട്ടി? ഈ ഡിവൈഡ് ചെയ്ത 10 അപ്പുറത്ത് പോയപ്പോൾ എന്തായി? ഗുണം 10 ആയിട്ട് മാറി. അങ്ങനെ 550 എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 550 ആണ് ആൻസർ. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മനസ്സിലാക്കി പഠിച്ചു. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യം ആണ്. പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട്, എന്തുമായി ബന്ധപ്പെട്ട്? ശതമാനവുമായി ബന്ധപ്പെട്ട്. ഒരു സംഖ്യയുടെ 30%, ആ സംഖ്യയുടെ തന്നെ 20% കുറച്ചാൽ എത്ര? 55. ഇത് പഠിച്ചു വെച്ചേക്ക് ഈ പ്രൊസീജിയർ. ഓക്കെയാണ്. അപ്പൊ അടുത്ത ചോദ്യം ടാങ്കുമായിട്ടൊക്കെ ബേസ് ചെയ്യുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ആണ് മക്കളെ. ചോദ്യം നോക്കുക. ഒരേ അളവുള്ള 2 വാട്ടർ ടാങ്കുകൾ. അപ്പൊ 2 വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഞാൻ വരച്ചു, മറ്റൊരു വാട്ടർ ടാങ്ക് വരച്ചു. ഈ 2 വാട്ടർ ടാങ്കിൻ്റെ നീളം എന്താണ്? 2 വാട്ടർ ടാങ്കിൻ്റെ നീളം എന്താണ്? അല്ല, നീളമല്ല, വോളിയം സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ വോളിയവും ഇതിൻ്റെ വോളിയവും എന്താണ്? സെയിം ആണ്, ഒരുപോലെയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതിൻ്റെ 2 ഒരേ അളവുള്ള എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 വാട്ടർ ടാങ്കിൻ്റെ രൂപം ഒന്നും നോക്കരുത്. 2ൻ്റെ അളവ് എന്ത് തന്നെയാണ്? 1 ആണ്. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് പോകാം. ഇനി എന്താണ് ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയോ. ഇനി ഒന്നാമത്തേതിൽ 30% വെള്ളമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ വാട്ടർ ടാങ്കിലെ ടോട്ടൽ വെള്ളം എന്ന് പറയുന്നത് എത്ര ശതമാനമോ? 100% ടോട്ടൽ. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ആദ്യത്തെ ടാങ്കിൽ എത്ര ശതമാനമേ ഉള്ളൂ? 30% എന്ന് പറയുമ്പോൾ ഇത്രയും വെള്ളമുണ്ട്. കണ്ട, ഇത് ഇത്രയും എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് മനസ്സിലാക്കണം. 30% വെള്ളമുണ്ട്. അപ്പോൾ വെള്ളമില്ലാത്ത എത്ര ശതമാനം ഉണ്ട്? 70%. നിങ്ങളുടെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇനി രണ്ടാമത്തേതിൽ 20% ഒഴിഞ്ഞു കിടക്കുന്നു. എന്താ പറഞ്ഞാൽ? ഒഴിഞ്ഞു കിടക്കുന്നു മീൻസ് അതിൽ എത്ര ശതമാനം വെള്ളം ഉണ്ടെന്ന് മനസ്സിലായി. ഇതിൽ ഒഴിഞ്ഞു കിടക്കുന്നതാണ് 20%. ഈ ഒഴിഞ്ഞു കിടക്കുന്നതാണ് 20%. അപ്പോൾ എത്ര വെള്ളം ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര വെള്ളമുണ്ട്? 80% വെള്ളമുണ്ട്. ഓക്കെ ആണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 20% ഒഴിഞ്ഞു കിടക്കുന്നു മീൻസ് ഇവിടെ ബാക്കിയാണ് 20%. അപ്പോൾ എത്ര വെള്ളം ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര? ഇവിടെ എല്ലാം വെള്ളമുണ്ട്. അപ്പോൾ എത്ര ശതമാനം വെള്ളമുണ്ട്? 80% വെള്ളം ഉണ്ട്. ഓക്കെ,
if the second tank has 1 liter more water than the first, ഫസ്റ്റിനെ വെച്ച് ഫസ്റ്റിൽ എത്ര ശതമാനം വെള്ളമുണ്ട്? 30%. സെക്കൻഡിൽ എത്ര ശതമാനം വെള്ളമുണ്ട്? 80%. ഇതിനെ വെച്ച് നോക്കുമ്പോൾ, ഏതിനെ വെച്ച്? ഇതിനെ, ആദ്യത്തെ ടാങ്കിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഒരു 180 ലിറ്റർ കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഈ 2% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 80%വും 30%വും തമ്മിലുള്ള വെള്ളത്തിന്റെ വ്യത്യാസം എത്രയാണ്? 150 ലിറ്റർ ആണ്. മനസ്സിലായോ? അപ്പൊ എന്തോ അവർ പറഞ്ഞിരുന്നത്, രണ്ടാമത്തേതിൽ ഒന്നാമത്തതിനേക്കാൾ 180 ലിറ്റർ വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തേനെയും കാട്ടി നോക്കുമ്പോൾ ഒന്നാമത്തേനകത്ത് എത്ര ലിറ്റർ വെള്ളമുണ്ട്? 180 കൂടുതലുണ്ട്, മീൻസ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 50% എത്ര എന്ന് പറയുന്നത്? 150 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ടാങ്കിന്റെ ഉള്ളളവ് എത്ര? ടാങ്ക് എന്ന് പറയുന്നത് എത്ര ശതമാനം മക്കളെ? ടാങ്ക് എന്ന് പറയുന്നത് 100% അല്ലേ? അപ്പൊ 100% എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു × 2 ചെയ്താൽ പോരെ. അപ്പൊ ഇവിടെ ഒരു × 2 ചെയ്താൽ പോരെ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 300 ലിറ്റർ വെള്ളമുണ്ട്. എത്ര? 300 ലിറ്റർ വെള്ളമുണ്ട്. അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. എത്ര ലിറ്റർ വെള്ളമുണ്ട്? 300 ലിറ്റർ വെള്ളമുണ്ട്. അപ്പൊ ചോദ്യം മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞു ആദ്യത്തെ ടാങ്കിൽ എത്ര വെള്ളമുണ്ട്? 30%. അപ്പൊ വെള്ളം ഉള്ളത് ഇത്രയും. രണ്ടാമത്തെ ടാങ്കിൽ പറഞ്ഞു ശൂന്യമായത് എത്ര എന്ന് പറഞ്ഞു? 20% വെള്ളമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി വെള്ളം ഉള്ളത് എത്ര ശതമാനം? 80% നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറഞ്ഞു ഇവിടത്തേനെ വെച്ച് നോക്കും, ഇവിടെ എത്ര ശതമാനം, എത്ര ലിറ്റർ വെള്ളം കൂടുതലാണ്? 150. മീൻസ് ഈ 30ഉം 80ഉം തമ്മിലുള്ള വ്യത്യാസമാണ് എത്ര എന്ന് പറയുന്നത്? 150. അവിടെ നമുക്ക് മനസ്സിലായി 50% എന്ന് പറയുന്നതാണ് 150. അവിടെ നിന്ന് 100% എത്ര? 300 ലിറ്റർ. സെറ്റാണ്. മനസ്സിലായെന്ന് വെച്ചു. ഞാൻ അത്രയും സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. അത് കമന്റിലൂടെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഓക്കെ ആണ്. അപ്പൊ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. എന്തുമായി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണെന്ന് വെച്ചാൽ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? മലയാളം ശരാശരി എന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ ശരാശരി. അപ്പൊ ഇവിടെ പറഞ്ഞിരുന്നത് ഒരു വടംവലി മത്സരത്തിലുള്ള ആളുകളെ പറ്റിയാണ്. ആ വടംവലി മത്സരത്തിൽ എത്ര ആളുകളുണ്ടെന്ന് വെച്ചാൽ 11 ആളുകളുണ്ട്. 11. അപ്പൊ നമുക്ക് ഇങ്ങനെ വിളിക്കാം: A plus B plus C plus D plus E plus F plus ABCDEFG H I J K അല്ലെ? ഇത്രയും പേരുടെ എന്താണ് വെയിറ്റുകൾ തമ്മിൽ കൂട്ടി അതിൻ്റെ എണ്ണമായി എത്ര ആളുകളുണ്ട്? 11 എണ്ണവുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 80 എന്ന് പറയുന്ന ആവറേജ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി കാണും. ഇത് ഓരോ വ്യക്തികളാണ്. എത്ര വ്യക്തികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം? 11 വ്യക്തികളുണ്ട്. ആ 11 വ്യക്തികളുടെയും ഭാരങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. എന്നിട്ട് ആ ഭാരത്തെ അവരുടെ എണ്ണമായ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഈ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ്. ഓക്കെ, മനസ്സിലായി കാണും. ഇനി എന്താണ് കഥ? കഥയിൽ ഇച്ചിരി ട്വിസ്റ്റ് ഉണ്ടല്ലോ. എന്താണ് ആ കഥയിലെ വ്യത്യാസം? ഇഫ് 1% ഓഫ് ദ വെയിറ്റ് 93 കിലോഗ്രാം. ഇപ്പൊ ഇവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു വിചാരിക്കുക. ഇവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, 93 കിലോ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളെ മാറ്റിയതിന് ശേഷം ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എത്രയാണ്? 93 കിലോ ഉള്ള ഒരുത്തവനായിരുന്നു. അദ്ദേഹത്തെ മാറ്റിയിട്ട് എത്ര കൊണ്ടുവന്നു? 82 കിലോ ഉള്ള മറ്റൊരു വ്യക്തിയെ കൊണ്ടുവന്നു. എത്ര കിലോ ആയ? അപ്പൊ 93 ഉള്ളവനെ മാറ്റിയിട്ട് അവന്റെ സ്ഥാനത്ത് എത്ര കിലോ ഉള്ളവനെ? 82 കിലോ ഉള്ളവനെ കൊണ്ടുവന്നു. അപ്പൊ കേട്ടല്ലോ. അപ്പൊ 93 കിലോ ഉണ്ടായിരുന്നവനെ, ഈ 93 കിലോ ഉണ്ടാവനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ആരെ കൊണ്ടുവന്നു? 82 കിലോ ഉള്ളവനെ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാവും എന്തായാലും 89 നിന്നും കുറയും. എന്തുകൊണ്ടാ? 93 കിലോ ഉള്ളവനെ വെച്ച് നോക്കുമ്പോൾ 82 കിലോ എന്ന് പറയുമ്പോൾ എത്ര കുറവുണ്ട് മക്കളെ? 93 82 കുറച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ എത്ര കിലോ വ്യത്യാസമുണ്ട്? 11 കിലോയുടെ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ ആദ്യമേ ഉണ്ടായിരുന്ന 93 കിലോ ഉള്ള ഒരുത്തവനാണ്. അവനെ മാറ്റിയിട്ടാണ് 82 കിലോ ഉള്ളവനെ കൊണ്ടുവരുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടെ കൂട്ടുന്ന സമയത്ത് എന്ത് കുറവ് വരും? ഒരു 11ന്റെ കുറവ് വരും അല്ലേ? കൂട്ടുന്ന സമയത്ത് ഒരു 11 കുറഞ്ഞാൽ, ഇവിടെ ഒരു 11 കുറവ് വന്നാൽ ആ 11ഉം ഈ 11ഉം കൂടെ കുഴപ്പം വരുമല്ലോ. എന്ന് പറയുമ്പോൾ എത്ര വ്യത്യാസം വരും? ഈ 11 എത്രയിൽ നിന്ന് കുറയും? എത്ര എണ്ണത്തിൽ നിന്ന് കുറയും? 11ൽ നിന്ന് കുറഞ്ഞാൽ എന്ന് വെച്ചാൽ എത്ര കുറയും മക്കളെ? ടോട്ടൽ 80 ഉണ്ടായിരുന്നു. ആ 80ൽ നിന്നും എത്ര കുറവ് വരും? ഒരു കുറവ് വരും എന്ന് പറയുമ്പോൾ 79 ആയിട്ട് ആവറേജ് കുറയും. മനസ്സിലായോ? ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്ക്. 93 ഭാരം ഉണ്ടായിരുന്നവനെ മാറ്റി 82 വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ അളവിൽ നിന്നും കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു 11 കുറവ് വന്നു. ആ 11 ഏതിൽ നിന്നും? ഈ 11 ആളുകളിൽ നിന്നും കുറയും. 11 ആളുകളിൽ നിന്നും 11 കുറച്ച് അങ്ങനെ എടുക്കുമ്പോൾ എത്ര കുറവ് വന്നു എന്ന് പറയാം?
ഒരു കുറവ് വരും ആവറേജിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൻസർ ഈസ് 79. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? 79 ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെയാണ്, സിമ്പിളാണ്. നിങ്ങളിതാ ചെയ്യേണ്ടത്, ഈ മാറ്റിയിട്ട് എടുക്കുന്നത് തമ്മിൽ കുറച്ച് നോക്കുക, അതിനെ ഇവിടെ ഉള്ള സംഖ്യയായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഉത്തരം എന്ത് കിട്ടും? 1. ആ 1 ടോട്ടൽ ആവറേജിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ ആൻസർ ഈ 79. ഓക്കെ, സെറ്റാണ്. ഇനി ഈ ചോദ്യം വായിക്കുമ്പോൾ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ വരും, പക്ഷെ വളരെ സിമ്പിൾ ആയിരുന്നു മക്കളെ, വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമായിരുന്നു ഇത്. പക്ഷെ നല്ല രസമുള്ളൊരു ചോദ്യവും കൂടെയാണ്. പലർക്കും ഇതിങ്ങനെ കൺഫ്യൂഷൻ, ഇത് അങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു ചേഞ്ചസ് വരും. ഒന്നുമില്ല മക്കളെ, നിങ്ങൾ നോക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ എന്തോതിൻ്റെ അളവ് തന്നേക്കുന്നത്? സെക്കൻഡിൽ. ഇവിടെ തന്നിരിക്കുന്ന നോക്ക് 90 km/h. അപ്പം തന്നെ നിങ്ങൾക്ക് കഥ ഇപ്പം ഞാൻ പറഞ്ഞ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹവറിലും ഇവിടെ കൊടുത്തിരിക്കുന്ന കഥ സെക്കൻഡിലുമാണ്. അതാണല്ലോ ഇവിടുത്തെ ചോദ്യം. എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? 90 km/h ഓടിക്കൊണ്ടിരുന്ന ആ കാറിൻ്റെ സ്പീഡിനെ എന്തിലോട്ട് മാറ്റി പറയണം? മീറ്റർ/സെക്കൻഡിൽ ആക്കണം. എന്ന് പറയുമ്പോൾ km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ നിങ്ങൾക്കറിയാം 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്ന് പറയുമ്പോൾ നമുക്ക് 18 എത്ര പ്രാവശ്യമാണ് 90? 5. എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 25. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആ കാറിൻ്റെ സ്പീഡ് എത്ര മക്കളെ? ആ കാറിൻ്റെ സ്പീഡ് എത്ര മക്കളെ? 25 മീറ്റർ/സെക്കൻഡ് ആണ് ആ കാറിൻ്റെ സ്പീഡ്. ആ കാറിൻ്റെ സ്പീഡ് എത്ര? 25 മീറ്റർ/സെക്കൻഡ്. അപ്പൊ ചോദ്യം നോക്ക്, 1 സെക്കൻഡ് വൈകിയാൽ, ബ്രേക്ക് അടിക്കാൻ 1 സെക്കൻഡ് വൈകിയാൽ എത്ര ദൂരം മുന്നോട്ട് പോകും? ഇതിന്റെ അർത്ഥം മനസ്സിലായവർക്കറിയാം എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്തോ മക്കളെ? 25 മീറ്റർ/സെക്കൻഡിന്റെ അർത്ഥം എന്താണ്? 1 സെക്കൻഡിൽ എത്ര മീറ്റർ പോകുമെന്ന്? 25. അപ്പൊ 25 മീറ്റർ. 1 സെക്കൻഡ് ഒന്ന് വൈകിയാൽ, 1 സെക്കൻഡ് വൈകിയാൽ എത്ര ദൂരം പോകും മക്കളെ? 25 കിലോമീറ്റർ ദൂരം അത് സഞ്ചരിക്കും. എന്ന് പറയുമ്പോൾ ആൻസർ 25 മീറ്റർ ദൂരം സഞ്ചരിക്കും. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 25. ഓക്കെയാണ്, ഇത്രയേ ഉള്ളായിരുന്നു, വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ ആ ഐഡിയയിലേക്ക് എത്തണം. ഓരോ ചോദ്യത്തിൻ്റെ ഐഡിയ കണ്ടുപിടിക്കുന്നതിനകത്താണ് വിജയം. അതാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഐഡിയയിലേക്ക് എത്തിക്കുക. 1 സെക്കൻഡിൽ അത് 25 മീറ്റർ ദൂരം പോകും. അപ്പോൾ ബ്രേക്ക് അടിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എത്ര മീറ്ററും കൂടെ മുന്നോട്ട് പോകും? 25 മീറ്റർ. അപ്പൊ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ്? കലണ്ടർ. അപ്പൊ കലണ്ടറുമായി ബേസ് ചെയ്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ലാസ്റ്റ് നമ്പർ ഇൻ എ സ്ക്വയർ ഓഫ് 9. എന്താണ്? ഒരു കലണ്ടറിലെ 9 കള്ളികൾ ചേർന്ന് വരുന്ന സമചതുരമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. 9 എണ്ണം വരുന്ന ഒരു സമചതുരം ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് സമചതുരം ഉണ്ടാക്കാം. ഇതുപോലെ 9 കള്ളികൾ വരുന്ന ഒരു സമചതുരം വേണം എന്ന് പറഞ്ഞു. നമുക്കൊരു സമചതുരം 9 കള്ളികൾ വരണമെന്ന് പറയുന്നത് 9 എണ്ണം വരണം. 9 എണ്ണം വരണമെങ്കിൽ 3 എണ്ണം വെച്ചെടുത്താൽ പോരെ. ഇപ്പൊ 3 എണ്ണം വെച്ച് ഇങ്ങനെ മുറിക്കുന്നു. അപ്പൊ ഇതുപോലെ ഒരു കലണ്ടറിന്റെ ഒരു കോളം എടുത്തു. എത്ര എണ്ണം വരണം? 9 എണ്ണം. നോക്കല്ലേ, 9 എണ്ണം വരുമല്ലേ ഇതിനകത്ത്. എന്നിട്ട് നിങ്ങൾക്കറിയാം കലണ്ടർ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ആദ്യത്തെ ഡേറ്റ് 1 ആണെങ്കിൽ ആൻഡ് അപ്പുറത്ത് 2ഉം ഇവിടെ 3ഉം ആണെങ്കിൽ അടുത്ത ആഴ്ചയാവുമ്പോൾ അത് എത്ര കൂടും? 7 കൂടി 8 വരത്തുള്ളൂ. കണ്ടോ, ഈ 1നോട് എത്ര കൂട്ടും? +7 കൂട്ടിയിട്ട് ഈ അടുത്ത ആഴ്ചയിലുള്ള 8 പറയൂ. ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ 8 കഴിഞ്ഞാൽ ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 10 ആയിരിക്കും. അടുത്ത എത്രയായിരിക്കും? 8 കഴിഞ്ഞാൽ 7 കൂട്ടിയാൽ 15, 16, 17 ആയിരിക്കും. ഓക്കെയാണ്. ഇനി അവർ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഏതാ? ഇതാണ്. ലാസ്റ്റ് നമ്പർ ഏതാണ്? ഇതാണ്. എന്ന് പറയുമ്പോൾ ആ 1ഉം 17 കൂടെ കൂട്ടണം എന്നാ പറഞ്ഞേക്കുന്നത്. ഇഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ എത്രയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 36. എന്തോ ആയിക്കോട്ടെ, ഇവിടുത്തെ നമുക്ക് കൂട്ടി നോക്കാം. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 18. ആ 18ന്റെ പകുതിയല്ലേ അതിന്റെ സെന്ററിൽ വരുന്ന നമ്പർ ആയിട്ടുള്ള 9 എന്ന് പറയുന്നത്? യെസ് ഓർ നോ? യെസ്. അപ്പൊ നമുക്ക് നേരെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരും. ഇവിടെ ചോദിച്ചേക്കുന്ന മിഡിൽ നമ്പർ ഇത്രയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന സം എത്രയാണ്? 36. അപ്പൊ ഇവിടെ സമ്മ് തന്നിട്ടുണ്ട് 36. അപ്പൊ 36ന്റെ പകുതി ആയിരിക്കും എവിടെ വരുന്നത്? നടുക്ക് വരുന്നത്. എന്ന് പറയുമ്പോൾ നടുക്കത്തെ നമ്പർ എത്രയായിരിക്കും മക്കളെ? ഈ ചോദ്യത്തിന്റെ ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ, ഈ ചോദ്യത്തിന്റെ ആൻസർ എത്രയായിരിക്കും? 18. എന്തുകൊണ്ടാ? അവർ പറഞ്ഞിട്ടുണ്ട് ആ നടുക്കത്തെ നമ്പർ എത്രയാണ് വരുന്നത്? അതുകൊണ്ട് ഇതും കൂടെ കൂട്ടുന്ന പോലെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നതെന്നാ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന 36 ആണ്. അപ്പൊ 36ന്റെ എന്തെടുക്കണം? പകുതി എടുക്കുന്ന നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടുത്തെ നമ്പർ എത്രയായിരിക്കും? അപ്പൊ 18. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലെ നമ്പർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കും. ഇവിടെ 18 ആണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഇവിടെ എന്ത് വരും? 18 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 19. ഇവിടെ എത്ര വരും? 17. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെയും കാര്യങ്ങൾ പറയാൻ ഇപ്പം പറ്റും. നോക്കിക്കോണം എങ്ങനെയാ പറയുന്നത്, നിങ്ങൾ നോക്കിക്കോ.
വേണ്ടേ ഇവിടെ 17 വന്ന ഇവിടെ 7 കുറച്ച് ഇവിടെ 10 11 12 ഇവിടെ 17 7 കൂട്ടി 24 25 26 കണ്ടോ ഇപ്പൊ കറക്റ്റായിട്ട് വന്നില്ല നോക്ക് 10ഉം 26 കൂട്ടിയ 36 പകുതിയായ 18 ആണ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓക്കെ അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ ആണ് ഇതാണ് ആ കലണ്ടർ കേട്ടല്ലേ കലണ്ടർ ഇതാണ് അപ്പൊ കലണ്ടറിന്റെ 9 കളങ്ങളുള്ള കലണ്ടറിന്റെ കേസ് ഓർത്തോണം ഈ സംഖ്യയും ഈ സംഖ്യയുടെ കൂട്ടി അതിന്റെ പകുതി എടുക്കുന്നതാണ് ഇവിടെ വരുന്ന സെന്റർ അല്ലെങ്കിൽ നോക്ക് 12ഉം 24ഉം കൂട്ടിയ 36 പകുതി എവിടെ വരും 18 എന്ന് വരും ഓക്കെ ഇത് ഓർത്ത് വെച്ചേക്ക ഇമ്പോർട്ടന്റ് മക്കളെ അടുത്ത ചോദ്യം ഒരു പടമായിരുന്നു ഒരു പടവുമായിട്ട് ബേസ് ചെയ്ത് അതാണ്ട് ഇവിടെ പറഞ്ഞിട്ട് എ ബിയും ഡിയും പാരലാണ് അപ്പോൾ ആ ഡി എ ഒന്ന് നീളത്തിൽ വരയ്ക്കാം കണ്ടോ ഇതാണല്ലോ നമ്മുടെ ഡി ഇ എന്ന് പറയുന്നത് അതിനെ ഒന്നുകൂടെ ഒന്ന് നീട്ടി വരച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ അങ്ങ് വരയ്ക്കുക ആദ്യത്തെ ജോലി ഇതാണ് കണ്ടോ ഞാൻ ഇപ്പോൾ ഒരു ഡോട്ടഡ് ലൈൻ പോലെ വരച്ച കണ്ടല്ലേ അത് കണക്കുന്നുണ്ട് എ ബി ഒന്ന് നീട്ടി ചുമ്മാ വരയ്ക്കാം എന്താണ്ട് ഇതാണ് നിങ്ങളുടെ പാരൽ ലൈൻ കിട്ടിയ കണ്ടതാണ്ട് ഇതാണ് നമ്മുടെ പാരൽ ലൈൻ ഓക്കെ സെറ്റ് ആ പാരൽ ലൈൻ ഇങ്ങനെ ഒരു വര വന്ന് മുറിക്കുന്നുണ്ട് അങ്ങനെ ഒരു വര വന്ന് മുറിച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ് ഇവിടെ ഉണ്ടായ ആംഗിൾ ആണ് എവിടെ ഉണ്ടായത് ഇവിടെ ഉണ്ടായ ആംഗിൾ ആണ് എത്ര 125 ഡിഗ്രി എങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി പറയാം ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്ര നിങ്ങൾക്കറിയാം കോ ഇന്റീരിയർ അല്ലെങ്കിൽ അകത്തെ ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും എത്ര ആയിരിക്കും 180 ആയിരിക്കും ആന്തര സഹകോൺ ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളൂടെ കൂട്ടിയാൽ എപ്പോഴും എത്രയായിരിക്കും 180 ഡിഗ്രി അപ്പോൾ ദാ ഒരു പാരൽ ലൈൻ മറ്റൊരു പാരൽ ലൈൻ അതിനെ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും 180 ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ആംഗിൾ എത്ര എന്ന് മാർക്ക് ചെയ്യാം 55 ഡിഗ്രി എത്ര എന്ന് മാർക്ക് ചെയ്യാം 55 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര വന്നു 55 ഡിഗ്രി ഒരു സംശയവും വേണ്ട നമ്മുടെ ചോദ്യം എന്താണ് ആംഗിൾ സി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്കറിയാം ദാ ഒരു ലൈനിനെ മറ്റൊരു ലൈൻ ഇങ്ങനെ മുറിച്ചാൽ ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി ദാ ഇവിടെ ഉണ്ടാവുന്നതും ഇപ്പുറത്തുണ്ടാവുന്ന ആംഗിൾ കൂട്ടിയാൽ എത്രയാണ് 180 ഡിഗ്രി ലീനിയർ പെയർ അതുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം മക്കളെ ദാ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് 70 ഡിഗ്രിയാണ് എന്ന് പറയുമ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് 3 കോണ് ഈ ത്രികോണത്തിലെ 3 കോണുകൾ കൂടെ കൂട്ടിയാൽ 180 ആണ് ആ 180 നിന്ന് കുറയ്ക്കണം 55 പ്ലസ് 70 എത്രയാണ് 55 പ്ലസ് 70 കുറയ്ക്കണം എന്ന് പറയുമ്പോൾ 180 നിന്ന് കുറയ്ക്കണം എത്രയാണ് 125 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടല്ലോ 180 ഡിഗ്രി 125 ഡിഗ്രി കുറച്ചാൽ ബാക്കി എത്ര മക്കളെ വരുന്നത് 180 നിന്ന് 25 കുറച്ച് നോക്കുക അപ്പം എന്ത് വരും 5 വരും 55 ഡിഗ്രിയാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ 55 ഡിഗ്രി അപ്പോൾ ആംഗിൾ സി എത്രയാ 55 ഡിഗ്രിയാണ് ആൻസർ എത്രയുള്ളായിരുന്നു ഈ ചോദ്യം അപ്പോൾ മനസ്സിലാക്കണം ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ അതാണ്ട് ഈ പടം വരെ 2 ലൈൻ അതിനെ മുറിക്കുന്ന ലൈൻ വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ പല കാര്യങ്ങളും ഏതൊക്കെ അറിയാം ഇവിടുത്തെ ആംഗിൾ ഈക്വൽ ആണെന്ന് നിങ്ങൾക്കറിയാം അത് കണക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നിങ്ങൾക്കറിയാം അത് കണക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ ആംഗിളും ഇവിടുത്തെ മുകളിലത്തെ ആംഗിളും ഈക്വൽ ആണെന്ന് നിങ്ങൾക്കറിയാം അത് കണക്ക് ഇതാണ്ട് ഈ മുകളിലത്തെ ആംഗിളും ഈക്വൽ ആണെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളുടെ കൂട്ടിയാൽ എത്രയാണ് 180 ഡിഗ്രി ആണെന്നും നിങ്ങൾക്കറിയാം അപ്പോൾ ആ കോ ഇന്റീരിയറും കോ എക്സ്റ്റീരിയറും ആൾട്ടർനേറ്റും കറസ്പോണ്ടിങ് ആംഗിൾ സമാന കോണുകൾ മറുകോണുകൾ ആന്തര സഹകോൺ ബാഹ്യ സഹകോൺ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് ഓർത്ത് വെച്ചേക്കാം മക്കളെ അടുത്തതാണ് ഈ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉള്ളത് അപ്പോൾ ചോദ്യം എന്താണ് എ സ്ക്വയർ ഈസ് കട്ട് ഔട്ട് ഓഫ് എ കാർഡ്ബോർഡ് വിത്ത് ഡയമെൻഷൻ ലീവിങ് എ 3 സെന്റിമീറ്റർ ബോർഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല ഈ ഭാഗം അങ്ങ് മുറിച്ചു കളഞ്ഞു എന്നിട്ട് ഇവിടെ ചോദ്യത്തിൽ ഒരു ചെറിയ തെറ്റുണ്ട് അതാണ്ട് ഇവിടെ മലയാളം മീഡിയം ക്വസ്റ്റ്യനിൽ ചുറ്റളവെന്നും ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ഏരിയ എന്നാണ് വന്നത് ഏരിയ അല്ല അവിടെ വേണ്ടത് പെരിമീറ്റർ എന്ന് ക്വസ്റ്റ്യൻ മാറ്റണേ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വരുന്നത് അതൊക്കെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് അതൊക്കെ പോട്ടെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇംഗ്ലീഷ് മീഡിയക്കാർ ഓർത്തിരിക്കുക കണ്ടുപിടിക്കേണ്ട എന്താണ് പെരിമീറ്റർ ആണ് എന്ത് പെരിമീറ്റർ ഇത്രയും മുറിച്ച് കളഞ്ഞിട്ട് വരുന്ന ബാക്കിയുള്ള പീസിന്റെ പെരിമീറ്റർ അതാണ്ട് ഈ പീസിന്റെ അത്രയും കഷ്ണം മുറിച്ച് കളഞ്ഞിട്ട് ഇതിന്റെ പെരിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉള്ളത് അപ്പോൾ എന്തിന്റെ പെരിമീറ്റർ ആണെന്ന് ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിക്കാം നമുക്ക് കണ്ടുപിടിക്കേണ്ട പെരിമീറ്റർ ഈ ചുമന്ന പീസിന്റെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ചുമന്ന പീസിന്റെ പെരിമീറ്റർ ആണ് ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു ഇത് ഷെയ്ഡ് ചെയ്ത ഭാഗം മുറിച്ചെടുത്ത് മാറ്റി അപ്പം ബാക്കിയുള്ള പീസിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത് വളരെ സിമ്പിൾ ആയിരുന്നു മക്കളെ ഇവിടെ 3 ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഭാഗം കിട്ടി 3 ഓക്കെ സെറ്റ്
ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് ഈ പീസും ഈ പീസും ഈ പീസും കൂടെ കൂട്ടി എത്ര? വളരെ സിമ്പിൾ, പേരിട്ട് പറയാം. എ ബി ആണെങ്കിൽ സി ഡി ആണെങ്കിൽ ഇ എഫ്. നിങ്ങൾ പറ മക്കളെ, ഏതാണ്ട് എ ബിയുടെ നീളവും ബി സിയുടെ നീളവും സി ഡിയുടെ നീളവും ഡി ഇയുടെ നീളം കൂടെ കൂട്ടി എത്ര കിട്ടും? നിങ്ങൾ തന്നെ ഒന്ന് പറ. നിങ്ങൾ ആലോചിച്ച്, ഇത് അറിയത്തില്ലെങ്കിൽ പിന്നെ ഈ കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ എ ബിയുടെ നീളവും ഈ ബി സിയുടെ നീളവും സി ഡിയുടെ നീളവും ഇ ഡിയുടെ നീളവും ഇ എഫിൻ്റെ നീളവും ഒക്കെ കൂട്ടിയാൽ എത്രയാണ്? അല്ലെങ്കിൽ ഇത്രയും ഞാൻ പറയുന്നില്ല, ഇത്രയും പറയുമ്പോൾ കൺഫ്യൂഷൻ ആയി കാണും. വേണ്ട വേണ്ട മക്കളെ, ഇത്രയും വേണ്ട. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എ ബിയുടെ നീളവും സി ഡിയുടെ നീളവും ഇ എഫിൻ്റെ നീളത്തോടെ കൂട്ടി എത്ര? പറ. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ്. എ ബിയുടെ നീളവും സി ഡിയുടെ നീളവും ഇ എഫിൻ്റെ നീളത്തോടെ കൂട്ടിയാൽ എത്ര? എ ബി ഏതാണ്? അതാണ്ട് ഈ നീളം എന്ന് പറഞ്ഞാൽ ഇവിടം വരെ അല്ലേ? സി ഡിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അത് ഇങ്ങോട്ട് എത്തിയില്ലേ? ഇനി ഇ എഫിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇത് എത്രയില്ലേ? അപ്പോൾ ഇത് മൊത്തം അല്ലേ? അപ്പോൾ ഇത് മൂന്നൂടെ കൂട്ടി എത്ര? അതാണ്ട് ഇത് മൂന്നൂടെ കൂട്ടി എത്ര മക്കളെ? ഇത് മൂന്നൂടെ കൂട്ടി എത്ര മക്കളെ? പറ. 15. എത്രയാണ്? 15 എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെരിമീറ്റർ പറയാം. പെരിമീറ്റർ സമം ഏതൊക്കെ തമ്മിൽ കൂട്ടണം? പെരിമീറ്റർ ഇതാ പറ. അതാണ്ട് ഇത് എത്ര തന്നെയാണ്? 7 സെൻറ്റിമീറ്റർ. ഇവിടെ 7 ആണെങ്കിൽ ഇവിടെയും 7 തന്നെ. പറ. അപ്പം ആദ്യമേ കൂട്ടേണ്ട എവിടെ തൊട്ടാ? അതാണ്ട് ഈ നീളം കൂട്ടാം. അപ്പോൾ ഈ നീളം എത്രയാണ്? പെരിമീറ്ററിന് വേണ്ടി ആദ്യത്തെ 7 കൂട്ടി. അടുത്ത നീളം എത്ര? ഏതാ? ഈ നീളം എത്രയാണ്? 15. അത് കൂട്ടി. 7 + 15 പ്ലസ് ഇനി ഏത് നീളം? എന്താ ഈ നീളം കൂട്ടി. അതും എത്ര തന്നെയാണ്? 7. അത് അടുത്ത കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇതെത്രയാണ്? ഇതും പിന്നെ ഏതാണ്ട് ഇതും പിന്നെ ഇതും കൂടെ കൂട്ടി എത്ര തന്നെയാണ്? 15 തന്നെയാണ്. അപ്പോൾ അവിടുത്തെ അത്രയും 15 അങ്ങ് കൂട്ടി വെച്ചു. പിന്നെ ഏതൊക്കെ തമ്മിൽ കൂട്ടാണ്ട്? ഏതാണ്ട് ഇതെത്രയാ? ഒരു 3. ഇതെത്രയാ? 3 എന്ന് പറയുമ്പോൾ ഏതും കൂടെ കൂട്ടാനുള്ളൂ? ഒരു 6 കൂടെ കൂട്ടാനുള്ളൂ. എന്ന് പറയുമ്പോൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7 14 29 39 44 6 50. അപ്പോൾ ഉത്തരം എത്രയാ? 50 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. എത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? 50 സെൻറ്റിമീറ്റർ ആണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസറത്തെ 50 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ. എത്ര? 50 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയേണ്ട ഒരൊറ്റ പോയിന്റ് ഉള്ളായിരുന്നാണ്ട് എ ബിയും സി ഡി ഇ എഫ് കൂടെ കൂട്ടി എത്ര തന്നെയാണ് മക്കളെ? 15 എന്ന് പറയുമ്പോൾ നമുക്ക് എ ബി സി ഡി ഇ എഫ് എന്ന് പറയുമ്പോൾ അത് ഏത് നീക്കലാവും? താഴത്തെ നീക്കലാവത്തില്ലയോ? അതുകൊണ്ട് അതിൻ്റെ ആൻസർ എത്രയാണ്? 15. ഓക്കെയാണ്. അത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡൂടെ കൂട്ടുന്നതാണ്. എന്ന് പറയുമ്പോൾ എത്രയാ? 50. ഓക്കെയാണ്, സെറ്റാണ്. ഇനി തന്നിരിക്കുന്ന ചോദ്യം നോക്കാം മക്കളെ. അടുത്ത ചോദ്യം ഇതായിരുന്നു. If the number 10 raised to 8 minus 1 is expressed in numerical form എന്ന് വെച്ചാൽ സംഖ്യയായിട്ട് എഴുതുമ്പോൾ what will be the sum of the digit in the number? ആ നമ്പറിന്റെ ഡിജിറ്റിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 10 raised to 8 എന്ന് പറഞ്ഞാൽ എന്തോ സാധനം മക്കളെ? എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 5 6 7 8 പൂജ്യം ഉണ്ട്. അപ്പോൾ 10 raised to 8 എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം ഉണ്ട്? 8 പൂജ്യം ഉണ്ട്. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടത്? -1 ചെയ്യണം. ഇതിൽ നിന്ന് എത്ര കുറയണം? 1 കുറയ്ക്കണം. ഇതാണല്ലോ പരിപാടി. 1 കുറയ്ക്കാൻ നേരത്തെ നിങ്ങൾക്കറിയാം ഇതിൽ നിന്നാണ് കടമെടുക്കുന്നത്. അപ്പം നേരെ ഇവിടെ എന്താവും? 10. പക്ഷെ ഇതല്ല എന്താവും? 9 9 9 9 9 9 9. ഓക്കെയാണ്. ഇനി അടുത്ത 10 നിന്ന് കുറച്ച് 9 1 2 3 4 5 6 7 8 9 ആയിരിക്കും വരുന്നത്. അപ്പോൾ എത്ര 9കൾ വരും? 1 2 3 4 5 6 7 8 9 എണ്ണം ഇല്ല, 8 എണ്ണേ വരത്തുള്ളൂ. ഇതൊരെണ്ണം കൂടിപ്പോയി. ഓക്കെ, അപ്പോൾ 8 9കൾ വരും കേട്ടോ. എത്ര 9കൾ വരും? 8 എണ്ണം. നമുക്ക് 1 2 3 4 5 6 7 8 എണ്ണം വരും. ഓക്കെയാണ്. ഇനി എന്തോ ചോദിച്ചേക്കുന്നത്? അപ്പോൾ ഇവർ തമ്മിൽ കുറച്ച് ഈ ഉത്തരം എത്രയാണ്? ഈ കൊടുത്തിരിക്കുന്നതാണ് ആ ഉത്തരം 10 raised to 8 - 1. ഇനി എന്തോ പറയുന്നത്? സം ഓഫ് ദ ഡിജിറ്റ്സ് ഇൻ ദ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിജിറ്റ്സിൻ്റെ എന്തോ വേണ്ടതാണ്ട് ഈ സം ആയിരുന്നു വേണ്ടത്. എന്ന് പറയുമ്പോൾ 9 എത്ര പ്രാവശ്യം കൂട്ടാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 പ്രാവശ്യം. അപ്പോൾ 9 × 8 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 72 എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്ര? 72. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ്, ഈ ആൻസറിൻ്റെ ഡിജിറ്റ് എല്ലാം കൂടെ കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടുന്നതിന് പകരം ഗുണിച്ചാൽ അപ്പോൾ 9 × 8 എത്ര വരും? 72 ആയിരുന്നു ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി ഈ തന്നിരിക്കുന്ന ചോദ്യം പലരും പേടിച്ച് കാണും പരീക്ഷയ്ക്ക്. മക്കളെ ഇത് വളരെ സിമ്പിൾ. ഞാൻ ഐഡിയ പറഞ്ഞുതരാം. ഓടി വാ. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ന്യൂജൻ മാത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സാറ് നിങ്ങൾക്ക് പറഞ്ഞു. അതാണ്ട് ഈ ചോദ്യത്തിന് ആൻസർ ആണ് വേണ്ടത്. ഏത് ചോദ്യത്തിൻ്റെ? √1.8225 ആൻസർ ആണ് വേണ്ടത്. ഒന്നും പേടിക്കില്ല. കമോൺ, എളുപ്പവഴി പറഞ്ഞുതരാം. റൂട്ട് ഇടുക.
എന്നിട്ട് മുകളിൽ ആ പോയിന്റ് കളഞ്ഞങ്ങ് എഴുതുക. പോയിന്റ് ഒന്നും ഇടല്ലേ 8225 പോയിന്റ് ഒക്കെ ഇട്ട്. ഇനി നിങ്ങൾ നോക്ക് പോയിന്റ് എവിടാ കിടക്കുന്നത് നോക്കണം. എത്ര? അതാണ്ട് ഇവിടെ നിന്ന് എണ്ണണം. 1 2 3 4 സ്ഥാനം അകത്താണ് പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ബൈ എന്ത് കൊടുക്കണം? 10000. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സംഖ്യ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ പോയിന്റ് വരുന്ന ഈ സംഖ്യ ഉണ്ടാകുന്നത് ഈ സംഖ്യയെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്? 10000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കിടന്ന പോയിന്റ് ചാടി 1 2 3 4 ചാട്ടം ചാടി. അതായത് 4 പൂജ്യത്തിൻ്റെ 4 ചാട്ടം ചാടിയാണ് ഇതുണ്ടാകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പറ, ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം. 18225 ബൈ എത്ര വരും? √10000 എന്ന് എഴുതണം. വളരെ സിമ്പിൾ. ആൻസർ ഇപ്പം പറയും നിങ്ങൾ. ഇതിൻ്റെ ആൻസർ എത്ര മക്കളെ? ഏതാ ഇതിൻ്റെ √18225 എത്രയാ? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ആഹാ, √18225 എത്രയാ? ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പും കൂടെ ഇവിടെ എഴുതി വെക്കാൻ വേണമെങ്കിൽ ഇവിടുത്തെ സ്റ്റെപ്പ് എന്തെന്ന് എഴുതാം നോക്ക. 135 സമം ഈ സ്ക്വയർ അപ്പുറത്തോട്ട് പോയാൽ എന്താകും? √18225 ആയിട്ട് മാറും. കണ്ടല്ലോ? അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു സ്റ്റെപ്പും കൂടെ ഓർത്തിരിക്കും. 135 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √18225 കണ്ടല്ലോ. അപ്പോൾ ഈ സ്ക്വയർ അപ്പുറത്തോട്ട് പോയാൽ എന്താവും? റൂട്ട് ആവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാ മക്കളെ? 135. അപ്പോൾ അതിൻ്റെ ആൻസർ 135 ബൈ നോക്ക് √10000 ഉത്തരം എത്രയാണ്? √10000 എന്ന് പറയുമ്പോൾ എത്ര വരും? 100. 135 ബൈ 100 എത്രയാണ്? 1.35. എത്രയാണ്? 1.35. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്ര? 1.35. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. കണ്ടോ? വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചില്ലേ? നിങ്ങൾ ഇത് അറിയാത്തവർ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം എല്ലാവരും. അപ്പോൾ √1 പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ ആ ബൈ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 10000. എന്നിട്ട് ദാണ്ട ഈ √18225 നമ്മൾ ഇതുപോലെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇട്ട് കൊടുത്തു. ആൻസർ എത്ര? 1.35. മക്കളെ, അടുത്ത ചോദ്യമാണ്. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ എത്രയാണ്? ലെങ്ത് ഇതായി കൊടുത്തിരിക്കുന്നു. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ. നിങ്ങളെ ഞാൻ ഇച്ചിരി മുമ്പേ കൂടെ പഠിപ്പിച്ചേ ഉള്ളൂ. ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ലെങ്ത് എത്രയാന്ന് ചോദിച്ചാൽ x² y² z, അതാണ് ലെങ്ത്. ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാന്ന് ചോദിച്ചാൽ x y² z³ എന്നെഴുതും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. നോക്ക്, ഇവിടെ എത്ര x² ഉണ്ട്? ഇവിടെ ഒരു x²ഉം ഇവിടെ എന്തുവാ? എക്സും എന്ന് പറയുമ്പോൾ x³ എത്രയാ? 1 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയുണ്ട്? x³ ഉണ്ട്. കണ്ട? വളരെ സിമ്പിൾ. അടുത്ത y² ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ എന്തോ കിടക്കുന്നത്? y²ഉം y² വന്നു കഴിഞ്ഞാൽ y⁴. ഇവിടെ z⁻1 ആണ്. ഇവിടെ z⁻3 ആണ്. അപ്പോൾ എന്തൊരു മൊത്തത്തിൽ z⁻4. അപ്പോൾ ആൻസർ ഇതായിരുന്നു. A = x³ y⁴. അപ്പോൾ ഇതല്ല. അടുത്ത ഈ ഓപ്ഷനിലും ഇല്ല. അടുത്ത ഈ ഓപ്ഷനിലും ഇല്ല. ഈ ഓപ്ഷനിലും ഇല്ല. ഓക്കെയാണ്. അപ്പം ഓപ്ഷനിൽ ഇല്ലായിരുന്നു ആൻസർ എന്ന് എനിക്ക് പറയാനായിട്ട് ഇപ്പോൾ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ ഇതായിരുന്നു. x³ y⁴ z⁻4. ഇനി മലയാളം മീഡിയം ക്വസ്റ്റിനകത്ത് വല്ല മാറ്റം ഉണ്ടായിരുന്നോ എന്നും കൂടെ നോക്കണം. x² y² z x y² z³. ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. x³ y² z⁻4 കേട്ടല്ലോ. അപ്പോൾ ആൻസർ ഇതായിരുന്നു. ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കുക. എന്താ പറഞ്ഞേക്കുന്നത്? എ ബാഗ് ആൻഡ് ബുക്ക് ടുഗദർ കോസ്റ്റ് 600 രൂപ. ഒരു ബാഗിനും ബുക്കിനും കൂടെ കൂട്ടിയാൽ എത്ര രൂപ? 600 രൂപ. ഇഫ് ദ ബാഗ് കോസ്റ്റ് 280 rupees മോർ ദാൻ ദ ബുക്ക്. ബുക്കിനെയും കാട്ടിയും ബാഗിന് 280 രൂപ കൂടുതലാണ് എന്ന് വെച്ചാൽ മക്കളെ നോക്ക്. ഇപ്പം ബുക്കിൻ്റെ വില നമുക്ക് അറിഞ്ഞുകൂടാ. ബുക്കിൻ്റെ വില എനിക്ക് അറിഞ്ഞു. ബുക്കിൻ്റെ വില ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ബുക്കിൻ്റെ വിലയും കാട്ടിയും എത്ര കൂടുതലാണ്? 280 കൂടുതലാണ്. അതാണ് ദാ ഇവിടെ പറഞ്ഞത്. ഇഫ് ദ ബാഗ് കോസ്റ്റ് 280 rupees മോർ ദാൻ ദ ബുക്ക്. ബുക്കിനെയും കാട്ടിയും 280 രൂപ കൂടുതലാണ് ബാഗിന്. ഇനി ഇവിടെ വായിരുന്ന ബാഗ് ആൻഡ് ബുക്ക് ടുഗദർ കോസ്റ്റ്. ബാഗിനും ബുക്കിനും കൂടെ എത്ര? ബാഗ് പ്ലസ് ബുക്ക്. ബാഗിനും ബുക്കിനും കൂടെ എത്ര? 600 എന്ന് പറയുമ്പോൾ x + 280 സമം 600. അപ്പം ഇവിടെ ഒരെക്സും കൂടെ 2x. 2x സമം 600 മൈനസ് 280. എന്ത് സംഭവിച്ചു? ഈ പ്ലസ് 280 അപ്പുറത്തോട്ട് കൊണ്ടുപോയപ്പോൾ മൈനസ് 280 എന്ന് പറയുമ്പോൾ 2x സമം കുറയ്ക്കുമ്പോൾ 0 വരുമെന്നറിയാം. കടമെടുത്തു 2 വരും, പിന്നെ 5 വരും, 320 രൂപ വരും 2x. അപ്പോൾ എക്സ് സമയം എത്ര വരും? 320ൻ്റെ പകുതി. 320ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 160 രൂപ വരും.
അപ്പം ബുക്കിൻ്റെ വിലയല്ലേ ചോദിച്ചേക്കുന്നത്, പ്രൈസ് ഓഫ് ദ ബുക്ക് അതുകൊണ്ട് എക്സ് 160 മീൻസ് എക്സ് ആരാണ്, ബുക്കാണ്. അപ്പോൾ ബുക്കിൻ്റെ വില എത്ര, 160 രൂപ. ബുക്കിൻ്റെ വില എത്ര, 160 രൂപ. വളരെ സിമ്പിളായിരുന്നു. ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എഴുതിയേക്കുന്ന തന്നെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മക്കളെ, തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യം പലർക്കും കൺഫ്യൂഷൻ അടിപ്പിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ കൺഫ്യൂഷൻ അടിപ്പിച്ചതോടെ ഒരു കാര്യം പറയാനുള്ളൂ മക്കളെ. ഈ പോയിന്റ് എന്ന് പറയുന്നത്, ഈ പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആയിരിക്കും. അതാണെങ്കിൽ ഈ പോയിന്റും സർക്കിളിന്റെ സെന്റർ ആണ്, അത് മനസ്സിലാക്കുക കേട്ടല്ലേ. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളും എന്താണ്, വൃത്തത്തിൻ്റെ സെൻറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ, എന്ത് വരച്ചു കഴിഞ്ഞാൽ, ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന് എന്ത് കാണും മക്കളെ, ഇവിടെ ഒരു സെൻറ്റർ കാണും. ആ സെൻറ്ററിൽ നിന്നുള്ള ഈ ദൂരത്തിനെ നമ്മൾ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. അത് എങ്ങോട്ടെടുത്താലും അതിന് മാറ്റമൊന്നും വരത്തില്ല. ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും, റേഡിയസ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഇത് സെൻറ്റർ ആണെങ്കിൽ ഈ ദൂരം 2 ആണെങ്കിൽ ഈ ദൂരം എത്ര തന്നെയായിരിക്കും, 2. എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് സെൻറ്ററിൽ നിന്നും ഈ ദൂരം എന്താണ്, ആ സർക്കിളിൻ്റെ എന്താണ്, റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ്. അതാണെങ്കിൽ ഇത് സെൻറ്റർ ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും, റേഡിയസ് ആയിരിക്കും. ആ പടത്തിനകത്ത്, നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ പടത്തിനകത്ത് ഇത് സെൻറ്റർ ആണെന്ന് പറയാത്തത് കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്ന് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത് എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇത് സെൻറ്റർ ആണെങ്കിൽ ഈ ദൂരം എന്തായിട്ട് വരും, റേഡിയസ് ആകുന്നത് കൊണ്ട് ഇവിടെ 2 വന്നതുകൊണ്ട് ഈ ദൂരം എത്ര തന്നെയായിരിക്കും, 2. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്സ് എന്നാണ് ചോദിച്ചത്. നീളം എത്രയാണെന്ന് ചോദിച്ചത്. നീളം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ റേഡിയസ് ആയതുകൊണ്ട് 2 എന്ന് ഞാൻ എടുക്കുന്നു. അപ്പോൾ ആൻസർ ഈസ് 2. ഇനി തന്നിരിക്കുന്ന ചോദ്യം നിങ്ങൾക്കറിയാം, അടിപൊളി ഒരു ചോദ്യമായിരുന്നു, കിട്ടില്ലൻ ചോദ്യമാണ്. ഇത് പഠിച്ചുകൊണ്ട് പോകണം. ഒരുപാട് കഥ ഈ ചോദ്യത്തിലുണ്ട്. ഇപ്പൊ രാജു സോ ദ ടൈം 2.25 ഇൻ ദ മിറർ. എന്തിലാ കണ്ടേ, കണ്ണാടി കണ്ടതാണ്. മിററിൽ കണ്ട സമയമാണ് 2.25. അപ്പൊ ഇതാണോ ഒറിജിനൽ സമയം, അല്ല. അപ്പൊ നമുക്ക് ഒറിജിനൽ ടൈം കണ്ടുപിടിക്കാം. യഥാർത്ഥ ടൈം, ഒറിജിനൽ സമയം ഏതായിരുന്നു, അവൻ കണ്ണാടി കണ്ടതാണ് ഏത്, 2.25. അപ്പൊ ഒറിജിനൽ ടൈം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, 11:60 നിന്നും എന്ത് കുറയ്ക്കണം, 2:25 കുറയ്ക്കണം. മീൻസ് എത്ര, 10 5 കുറച്ച 5. ഇവിടെ അപ്പോൾ 5 ഉള്ളായിരുന്നു, 5 2 കുറച്ച 3. അപ്പോൾ ഇപ്പുറത്തെ ഒരു 9:35. എത്രയാണ് അവൻ കണ്ണാടി കണ്ട സമയം. അപ്പോൾ കണ്ണാടിയിലല്ല, ആ സമയത്ത് യഥാർത്ഥ സമയം കിട്ടി. യഥാർത്ഥ സമയം 9:30 ആയിരുന്നു. അവൻ കട്ടിലിൽ കിടന്ന സമയം, ആ കട്ടിലിൽ കിടന്ന സമയം എത്രയായിരുന്നു, 9:30. ഇനി നോക്കിക്കോണം, ബാക്കിയുണ്ട്. അപ്പം 2.25 എന്ന സമയം കണ്ണാടിയിൽ കണ്ട രാജു 35 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു. എത്ര മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാ കിടന്നേ, 35 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു. 9:35 അവൻ കിടന്നോ, ഇല്ല. ഇനി ഒരു 35 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടേ കിടന്നോളൂ. അങ്ങനെയെങ്കിൽ രാജു ഉറങ്ങാൻ കിടന്ന സമയത്തെയാണ്. അപ്പൊ ഉറങ്ങാൻ കിടന്ന സമയം എന്ന് പറയുന്നത് 9:35 കൂടെ എത്ര മിനിറ്റും കൂടെ കൂട്ടണം, 35 മിനിറ്റും കൂടെ കൂട്ടണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 9:35 കൂടെ ഒരു 25 മിനിറ്റ് കൂട്ടിയാൽ 10 മണിയായി. ഇപ്പൊ ബാക്കി എത്ര, 35 മിനിറ്റ് കൂട്ടുമ്പം 10:10 സമയം കേട്ടോ. മിനിറ്റ് കൂട്ടാൻ അറിയാമല്ലോ. എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ 35നോട് നിങ്ങൾ 10 45 55 മീൻസ് 25 മിനിറ്റ് കൂട്ടുമ്പോൾ എത്ര മണിയായി, 10 മണിയായി. പിന്നെ ഒരു ബാക്കി ഒരു 10 മിനിറ്റ് ഉണ്ട്, അതുകൊണ്ട് 10 മിനിറ്റ് കൂടെ ഇവിടെ കൊടുത്തു. അപ്പൊ എത്ര മണി, 10:10. അപ്പൊ അവന്റെ സമയം, ഉറങ്ങാൻ കിടന്ന സമയം എത്രയാണ്, 10 മണി 10 മിനിറ്റ് കേട്ടോ. അപ്പൊ രാത്രി 10:10 അവൻ ഉറങ്ങാൻ കിടന്നതെങ്കിൽ ചോദ്യം എത്രയാണ്, അതിനകത്തെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, കോണളവ്. 10:10 കോണളവ്, 10:10 കോണളവ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, 11/2 m - 30h. ഇതാണ് എളുപ്പവഴി, 11/2 m - 30h. അപ്പൊ എന്ന് പറയുമ്പോൾ 11/2 ഇൻറ്റു, മക്കളെ അപ്പൊ എന്നോട് ചോദിക്കും ഈ ഇക്വേഷൻ എന്തോ സാറേ m. അപ്പൊ ഈ ഇക്വേഷൻ എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത്, അതാണ്ട ഈ കോണളവ് കണ്ടുപിടിക്കാൻ കേട്ടോ. കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും എം എന്താന്ന് ചോദിച്ചാൽ മിനിറ്റ്, എം എന്ന് വെച്ചാൽ മിനിറ്റ്, എച്ച് എന്ന് വെച്ചാൽ മണിക്കൂർ. മണിക്കൂർ എത്ര, 10. അപ്പൊ ആൻസറിലേക്ക് പോവാം. അപ്പൊ മിനിറ്റ് 10 ആയതുകൊണ്ട് 10 ഇടുന്നു, -30 ഇൻറ്റു മണിക്കൂർ 10 ആയതുകൊണ്ട് 10 ഇടുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 11 × 10 എത്ര വരും, 110. 110ന്റെ പകുതി, 110ന്റെ പകുതി എന്ന് അവിടെ വരും, -300 എന്ന് വരും. 110ന്റെ പകുതി എന്ന് പറയുമ്പോൾ 55 - 300. 300 ന്ന് 55 കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറയ്ക്കാം, 300 - 55 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും മക്കളെ, 10. ഇവിടെ 9, ഇവിടെ 2, 10 × 5 പോയാൽ 5, 9 ആകുമ്പോൾ 2, 245 ഡിഗ്രി എന്ന ആൻസർ ഇട്ട്. അപ്പം നിങ്ങൾ പറയും സാറേ 255 ഓപ്ഷനിലൊന്നും ഇല്ലല്ലോ.
അല്ലേ? 10 സമയം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 245. ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 നിന്നും 245 കുറയ്ക്കണം. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മക്കളെ, ഇപ്പോൾ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് വെച്ചോ, സമയം എന്ന് പറയുന്നത് 10 അല്ലേ? എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ നിൽക്കുമല്ലേ 10 എന്ന് പറയുമ്പോൾ ബാക്കി ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇതിൻ്റെ ഇടയിലും ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ഒരു സമയം പറയുമ്പോൾ 2 ആംഗിൾ വരും. എത്ര വരും? ഒരു സമയം പറയുമ്പോൾ അതാണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് ഞാൻ ഒരു സമയം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താണ്ട് 10 ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താ, ഇവിടെയും ഒരു ആംഗിൾ ഉണ്ട്, അതാണ് പിറകിലും ഒരു ആംഗിൾ ഉണ്ടാവും. അപ്പോൾ ഒരു സമയത്തിൽ 2 ആംഗിൾ വരും. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് വന്ന ആംഗിൾ എത്ര? 245 അല്ലേ? അപ്പം ടോട്ടൽ എന്ത് ചെയ്യുന്നു പറയണം? ഇത് ടോട്ടൽ 360, അതുകൊണ്ട് 360 45 കുറയ്ക്കും. അപ്പം മീൻസ് 10 5 കുറച്ച് 5, ഇവിടെ 5 ആണ്, 5 4 കുറച്ച് 1, 115 ഡിഗ്രിയാണ് ആൻസർ. അപ്പോൾ 115 ഡിഗ്രി ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ കോണളവ് കണ്ടുപിടിച്ച ഒരു സമയത്തിന്റെ കോണളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് 245 ഡിഗ്രിയാണ്. പക്ഷെ അത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ ആംഗിളാണ് കിട്ടിയത്. പിറകിലത്തെ ആംഗിൾ ആയിരിക്കും നമ്മുടെ കറക്റ്റ്. എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു കുറയ്ക്കണം? 360 നിന്ന് 245 ഞാൻ കുറച്ചാൽ മതി, ഇല്ലെങ്കിൽ കുറയ്ക്കണം കേട്ടോ. നേരിട്ട് ഇപ്പോൾ 10 സമയം ചെയ്തപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇത് ഓപ്ഷനിലൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഏത് ചെയ്യാൻ പോകാവൂ? 360 എന്ന് കുറയ്ക്കുന്ന കാര്യം ചെയ്യാവൂ. ഇനി നമ്മുടെ ട്രെയിനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം വന്നിരുന്നു. അപ്പൊ ട്രെയിനുമായി ബേസ് ചെയ്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ എ ട്രെയിൻ ട്രാവൽസ് അറ്റ് 90 km/h. അപ്പൊ ആ ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 90 km/മണിക്കൂറാണ്. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ കണ്ട് ഇവിടെയൊക്കെ മീറ്റർ ഉണ്ടായതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഈ സമയത്തിനെ അല്ലെങ്കിൽ ഈ സ്പീഡിനെ മാറ്റണം. അപ്പോൾ ഈ സ്പീഡിനെ മാറ്റിക്കഴിഞ്ഞാൽ എത്ര വരും മക്കളെ? 90 ഇൻറ്റു എന്ത് ചെയ്യണം? km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 18ഉം 5ഉമാണ് 90. അപ്പോൾ ഉത്തരം 25 മീറ്റർ/സെക്കൻഡിലാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് എത്ര? 25 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് കിട്ടി. ട്രെയിനിൻ്റെ സ്പീഡ് എത്ര? 25 മീറ്റർ/സെക്കൻഡിലാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ. ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന ട്രെയിനിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ട്രെയിനിൻ്റെ നീളമായ 120ഉം അതോടൊപ്പം അത് കടന്നു പോകുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഒരു പാലമുണ്ടല്ലോ, അതെത്ര? 605 എന്ന് പറയുമ്പോൾ എത്ര? 527 എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ് ചോദ്യം? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ ഓർത്തിരിക്കുക, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 725 മീറ്റർ ആണ്. എങ്ങനെ കിട്ടി മക്കളെ? ആ ട്രെയിനിൻ്റെ നീളമായ 120ഉം അത് കടന്നു പോകുന്ന പാലത്തിൻ്റെ നീളമായ 605 കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ ദൂരം. അത് 725. അപ്പോൾ 725നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? സ്പീഡായ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 25ഉം 2ഉം 50 ആണെന്ന് നിങ്ങൾക്കറിയാം. 25ഉം 2ഉം 50. 725നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 25ഉം 2ഉം 50 വന്നു. ബാക്കി എത്ര വരും? 225. 25ൽ എത്ര പ്രാവശ്യമാണ് 225? നിങ്ങൾ ആലോചിച്ച് നോക്കി. 25ന് 5 പ്രാവശ്യം എത്ര വരും? ഇല്ല, 25ഉം 4ഉം 100 ആണെന്നറിയാം. 25ഉം 8ഉം 200 ആണെന്നറിയാം. പിന്നെ എത്രയും കൂടെ ഉണ്ട് 25ൽ? ഒരു പ്രാവശ്യം ഉണ്ട്. അപ്പോൾ എത്ര വരും? 29. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ 29 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. ഓപ്ഷനിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു 4 കയറി വന്നു. അത് മായ്ച്ചു പിടിച്ചാൽ ഉത്തരം 29 സെക്കൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവർ ഉദ്ദേശിക്കുന്നതിനകത്ത് വന്ന തെറ്റാണ്. അതുപോട്ടെ, 29 സെക്കൻഡാണ്. അപ്പോൾ ആൻസർ ഈസ് 29 സെക്കൻഡ്. ഇംഗ്ലീഷ് മീഡിയം ഓപ്ഷനിൽ എന്തോ തെറ്റുണ്ട്, അത് വിട്ടേക്കുക. അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ 29 സെക്കൻഡ് ആണ് ആൻസർ. അടുത്ത ചോദ്യം ഈ പരീക്ഷയുടെ KPSTയുടെ പരീക്ഷയുടെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 20 ചോദ്യങ്ങൾ ഉണ്ടായത്, അല്ലെ 20ാമത്തെ ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എ ബോട്ടിൽ വിൽ ഹോൾഡ് 4 ലിറ്റർ ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ബോട്ടിലുണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഇത് ബോട്ടിലാണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് എത്ര വെള്ളം കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4/5 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനാണെങ്കിൽ 32 ലിറ്റർ വെള്ളം കൊള്ളാൻ എത്ര ബോട്ടിൽ വേണമെന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ 32 ലിറ്റർ വെള്ളമുണ്ട്, അതിനെ എത്ര കുപ്പിയിലാക്കണം? 4/5 ലിറ്ററിന്റെ കുപ്പിയിലാക്കണം. മീൻസ് 32 എന്ന് പറയുന്ന ടോട്ടലിനെ 4/5 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 32 ഇൻറ്റു 5/4 എന്ന് വരും. എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും? ഈ 4ഉം ഈ 32 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 8 5 40 ലിറ്റർ ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ. എത്രയാണ്? 40 ലിറ്റർ ആണ്
ആൻസർ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളായിരുന്നു ഈ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈക്കും അതാണെങ്കിൽ ഷെയറും ഒക്കെ ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ. പഠിക്കുക, USS നേടണം. അതിനു വേണ്ടിയാണ് ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ രീതികളെല്ലാം പഠിച്ചുകൊണ്ട് വേണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 20 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ചോദ്യം ഇതിൽ നിന്നുണ്ടായിരിക്കും.